നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കൂടുതൽ ബുദ്ധി. അതായത് കൂടുതൽ ബുദ്ധി ആർക്കാണെന്ന് അന്വേഷിക്കുന്നൊരു കഥയായതുകൊണ്ടാണ് ഈ കഥയ്ക്ക് ഇങ്ങനെ പേര് വന്നത്. ഒരു ഗ്രാമപ്രദേശത്ത് ഒരു വേലു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. വേലു അന്നൊക്കെ അയാൾ സാധാരണക്കാർ വിളിക്കും. അയാൾ ഒരു സാമർത്ഥ്യശാലി കേട്ടോ. സാമർത്ഥ്യശാലി വെച്ചാൽ മറ്റുള്ളവരോട് ഓരോ സൂത്രങ്ങളും കൗശലങ്ങളും ഒക്കെ പ്രയോഗിച്ച് അവരുടെ കയ്യിലുള്ള പണം കഴിക്കലൊക്കെ അയാൾ ബഹുമെടുക്കാനാണ്. മറ്റുള്ളവരായിട്ട് കയറി ബെറ്റ് വയ്ക്കുക, അതായത് വാദിക്കുക. എന്നിട്ടെന്താ, വാദിച്ചു കഴിഞ്ഞിട്ട് താൻ പറയണത് ശരിയാണെന്ന് കണ്ടിട്ട് സമർത്ഥിക്കും. അപ്പോൾ ആ ബെറ്റ് കാശ് കിട്ടുമല്ലോ. അങ്ങനെയൊക്കെയാണ് അയാൾ ജീവിച്ചിരുന്നത്. അയാൾക്കൊരു മകനുണ്ട് കേട്ടോ, ജോക്കു അച്ഛൻ്റെ ഈ സാമർത്ഥ്യമൊക്കെ കണ്ടല്ലേ വളരണേ. അപ്പം അങ്ങനെ ഇരിക്കുക, ഒരു പണി എടുക്കില്ല, ജാത്തൊന്നും ചെയ്യില്ല, 10 പൈസയ്ക്ക് പ്രയോജനമില്ല, സുഖമായിട്ട് ഭക്ഷണം കഴിക്കും കേട്ടോ. നല്ല തടിമണ്ണ യുവാവൊക്കെയാണ് ഈ ജോക്കു. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഈ ജോക്കുവിനോട് ഈ വേലുവാശ, അയാൾ കുറേശ്ശെ തമാശയും പറയും കാര്യവും പറയും, എന്തെങ്കിലും സൂത്രവും കൗശലമൊക്കെ പറയണ ആളാണ്. ചോദിച്ചു, അച്ഛനാണോ ബുദ്ധി അത് മക്കൾക്കാണോ ബുദ്ധിശക്തി എന്ന് ചോദിച്ചു. അപ്പോൾ തത്ര സംശയം, മക്കൾക്ക് തന്നെ നീ വെറുതെ പോലും പറയലട ചേർക്ക, അച്ഛന്മാർക്കാ ബുദ്ധി കൂടുക, മക്കൾക്ക് അത്രയൊന്നും ബുദ്ധി ഉണ്ടാവില്ല. വെറുതെ ഒന്നല്ല അച്ഛൻ, ബുദ്ധിശക്തി എപ്പോഴും മക്കൾക്കാ കൂടുക, അച്ഛനേക്കാൾ ബുദ്ധിയുള്ളൊരു മക്കൾ തന്നെയാന്ന് പറഞ്ഞു. അപ്പം എന്തെങ്കിലും ബുദ്ധി നിൽക്കുകയാണെന്നാണോ പറയണത്? എന്തത്ര സംശയം, ഒന്നും സംശയിക്കേണ്ട, എനിക്കെന്നെ ബുദ്ധി. അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്രാമഫോൺ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗ്രാമഫോണിൽ കൂടെ നമ്മൾ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അച്ഛനും കേൾക്കുന്നുണ്ടല്ലോ. ഒരു റെക്കോർഡ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അത് വീണ്ടും കേൾക്കാനും ഒക്കെ പറ്റും. ആ ഗ്രാമഫോൺ കണ്ടുപിടിച്ചത് ആരാന്നറിയാമോ? ഗ്രാമഫോൺ കണ്ടുപിടിച്ചത് ഇപ്പോൾ ആരാന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ അത്ര ഓർമ്മ അങ്ങോട്ട് പോരണില്ല. അതൊന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, അച്ഛനറിയില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ പറയാം എന്ന് ജോക്കു ചാടി കയറി പറഞ്ഞു. അത് കണ്ടുപിടിച്ചത്, ഗ്രാമഫോൺ കണ്ടുപിടിച്ചത് അച്ഛനറിയില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ ഗ്രഹാംബൽ എന്ന് പറയുന്ന ഒരാളാണ്, ഒരു ശാസ്ത്രജ്ഞനാണ്. ഗ്രഹാംബൽ കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. ഈ ബുദ്ധിശക്തി, അച്ഛൻ്റെ ബുദ്ധിശക്തിയും മകൻ്റെ ബുദ്ധിശക്തിയും തമ്മിൽ ഇപ്പം ഈ ഗ്രഹാംബെല്ലിൻ്റെ കാര്യം പറയാൻ എന്താ കാരണം? ഈ ഗ്രാമഫോണിൻ്റെ കാര്യം പറയാൻ എന്താ കാരണം? കാരണമുണ്ടല്ലോ. ഗ്രഹാംബെല്ലാണ് ഗ്രാമഫോൺ കണ്ടുപിടിച്ചത്. നമ്മളിപ്പോൾ അതുവഴി പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാണ്, സുഖമാണ്, സംഗതി നല്ല ഇതായിട്ട് ഉപയോഗിക്കാം, പാട്ട് കേൾക്കാം, എന്ത് വേണമെങ്കിലും കേൾക്കാം, അങ്ങനെയൊക്കെ ഇതുണ്ട്. അത് ഗ്രഹാംബൽ എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛന് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കണ്ടുപിടിക്കില്ലായിരുന്നോ? അദ്ദേഹത്തിന് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് കണ്ടുപിടിക്കാഞ്ഞേ. അതാ ഞാൻ പറഞ്ഞത്, അച്ഛന്മാർക്കല്ല ബുദ്ധിശക്തി കൂടുതലുള്ളത് മക്കൾക്കാണ്. അതുകൊണ്ടാണ് ഗ്രഹാംബല് ആ സ്വനഗ്രാഹി യന്ത്രം കണ്ടുപിടിച്ചത്. ഉടൻ തന്നെ വേലു ആശാൻ ലഭ്യനായി. അപ്പോൾ എന്നെക്കാളും ബുദ്ധി നിനക്ക് തന്നെയാണ്, ഞാൻ സമ്മതിച്ചു തരുന്നില്ല, എന്തത്ര സംശയം എന്ന് പറഞ്ഞ് ജോക്കും അങ്ങോട്ട് നിന്ന് കൈ കൊട്ടിച്ച് ചിരിക്കുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ കഥ. ആർക്കാണ് ബുദ്ധി? ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.